ഹരേ കൃഷ്ണ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം പലർക്കും ഞാൻ ആൻസർ ചെയ്യാതെ പോയിരിക്കുന്നു, മനഃപൂർവ്വമല്ല. മുമ്പുള്ള വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചില്ല. അതിനാദ്യമേ ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നതിനൊപ്പം അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പലപ്പോഴും ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നതിൽ മുടക്കം വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വളരെ സക്സസ്സിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയിട്ടുണ്ട്. അപ്പം മുടങ്ങിപ്പോകുന്നു എന്ന് ഓർത്തിട്ട് അത് നമ്മുടെ എന്താ പറയുക, നമ്മളത് അച്ചീവ് നേടുന്നതിനുള്ള തടസ്സമായിട്ട് കണ്ടാൽ മതി. അതോർത്ത് മനപ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഒരിപ്പം തുടങ്ങിയിട്ട് അതുവരെ ഉറങ്ങാത്ത ഞാൻ, അതുവരെ എനിക്ക് 3 മണിക്ക് എണീക്കുന്നതിനോ അല്ലെങ്കിൽ 4:30 എണീക്കുന്നതിനോ ബുദ്ധിമുട്ട് ഇല്ലാതിരുന്ന ഞാൻ സമയത്ത് ഉറങ്ങിപ്പോകുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാര്യം ഒരു 2-3 ദിവസം തുടങ്ങിയെല്ലാം വളരെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പം അങ്ങനെ മുടക്കം വരിക, ഏതെങ്കിലുമൊക്കെ തരത്തിൽ മുടക്കം വരിക. കുറച്ച് പനിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു എത്ര വയ്യെങ്കിലും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് എത്തണം. എൻ്റെ കാണുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാർ. ഞാനൊരു 2 മാസം കൊണ്ട് വീഡിയോ എൻ്റെ പേഴ്സണൽ കുറേ കാര്യങ്ങൾ കൊണ്ടിടാതിരുന്നിട്ട് പോലും എന്താണ് വീഡിയോസ് വരാത്തതെന്ന് ഒന്നുമല്ലാത്ത എന്നോട് തിരക്കാൻ നിങ്ങൾക്ക് തോന്നിയ മനസ്സിന് ആദ്യമേ നന്ദി പറയുന്നു. അലങ്കാരം പറയണം എന്ന് പറഞ്ഞിട്ടുള്ളവരോട് തീർച്ചയായിട്ടും അടുത്ത ദിവസം മുതൽ അലങ്കാരം വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കലിനെ കുറിച്ച് പറയാം. 3 മുതൽ 5:15 എടുക്കുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ആ സമയത്ത് നമ്മൾ 5 മൺചിരാതിൽ ഒരു താലത്തിൽ തെളിയിക്കുന്ന ദീപത്തിനെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത്. നമ്മൾ നിലവിളക്കപ്പോൾ തെളിയിക്കുന്നതല്ല ബ്രഹ്മമുഹൂർത്ത വിളക്ക്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് നിലവിളക്ക് തെളിയിക്കാൻ വളരെ ഐശ്വര്യമാണ്, വളരെ നല്ലതാണ്, ഒക്കെയാണ്. പക്ഷെ ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ഉദ്ദിഷ്ട ഒരു കാര്യം നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും പ്രാർത്ഥനയോടുകൂടി നമ്മൾ അർപ്പിച്ച് ചെയ്യുന്ന ബ്രഹ്മമുഹൂർത്ത ദീപത്തിന് ഭയങ്കര പവറുണ്ട്. ജീവിതത്തിൽ നിരവധി പ്രാവശ്യം അതുകൊണ്ട് അച്ചീവ്മെൻറ്റ്സ്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, സാമ്പത്തികമായിട്ടാണെങ്കിലും ജീവിതത്തിൽ പലതരത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര സക്സസ് ആണല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എനിക്കത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയണം എന്നുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ പറയും, വലിയ താമസമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി. അത് ദൈവം യാതൊരു തരത്തിലും വാതിലുകൾ തുറക്കപ്പെടാത്തയിടത്ത് അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കപ്പെടും ബ്രഹ്മമുഹൂർത്ത ദീപത്തിൽ, തീർച്ചയാണ്. അപ്പോൾ ചോദിക്കും, പണിയൊന്നും ചെയ്യാതെ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ പാതി ദൈവം പാതി എന്നല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാതി ദൈവം പാതി എന്നല്ല, 3/4 ദൈവത്തിനാണ്. കാലേ ഉള്ളൂ എനിക്ക്. കാരണം എൻ്റെ കഴിവ് ഭയങ്കര കുറവാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ കഴിവ് ഭയങ്കര പീക്കിലാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു വാസ്തു കൺസൾട്ടൻ്റ് ആണ്. കൂടാതെ സഹസ്ര ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. ഒരു സ്ത്രീ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ പറ്റിച്ച് ലക്ഷങ്ങൾ കോടികളുടെ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അടുത്തറിയുന്നവർക്കൊക്കെ അത് വളരെ അറിയാവുന്നതാണ്. ഒരിക്കൽ പോലും ഞാൻ അതിലൊന്നും പതറിയിട്ടൊന്നുമില്ല. എനിക്ക് ഇന്നും അന്നും എപ്പോഴും ഉള്ള എന്താണെന്നറിയാം, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ദൈവം എന്നെ കൈവിടില്ല. എനിക്കങ്ങനെ എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്? ഞാൻ വിളിക്കുന്നൊരു ദൈവമില്ലേ, എൻ്റെ ഒരു പ്രാർത്ഥനയില്ലേ. നമ്മുടെ മനസ്സിൽ അന്യന് ദോഷം വരാതെ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നേ. നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രാർത്ഥന നടക്കാണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെറിയൊരു പോരായ്മ കാണും. നമ്മൾ വേറെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പുറത്ത് അവരുടെ കുറ്റമോ അല്ലെ അപ്പുറത്ത് അവരുടെ കാര്യമോ അല്ലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ബോധേഡാവാതെ
നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ പ്രാർത്ഥന, നമുക്ക് ഓരോരുത്തരും പേഴ്സണലി ഒന്നല്ലേലും ഒരു ദുഃഖങ്ങളുള്ളവരാണ്, അത് ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഉറപ്പായിട്ട് നടക്കും. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിനെ കൊണ്ടേ സാധ്യമാവുള്ളൂ. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പുതിയ വഴികൾ തുറന്നു കിട്ടും. ജോലിയിലാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമ്മൾ ചെയ്യുന്ന ചെറിയ ജോലിയിൽ നിന്ന് നമുക്ക് വലിയ ജോലിയിലേക്ക് വരും. അത്ഭുതത്തിൻ്റെതായിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ പ്രാർത്ഥന കൊണ്ട് നേടിയിട്ടുള്ള ആളാണ്. ഞാനൊരു 8-9 വർഷം മുന്നേ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ടിക്കറ്റ് നടന്ന കാര്യങ്ങൾ പോയിട്ടുണ്ട്, വളരെ കുറച്ച് സമയം കൊണ്ട്. അപ്പം ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കൽ നിങ്ങൾ ആരും മുടക്കരുത്. എനിക്ക് പലപ്പോഴും ഇപ്പം എനിക്ക് ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹൈപ്പർ BP ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, BP ഒക്കെ നിങ്ങളെ പ്രാർത്ഥിച്ച് മാറ്റിക്കൂടെ? പിന്നെ തീർച്ചയായിട്ടും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നൂലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ പൊന്നുപോലെ കയ്യിൽ കാത്തത് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭഗവാനുമാണ്. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തയാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ദൈവമാണ് മുരുക സ്വാമി. എനിക്കറിയില്ല, അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് മൂകാംബിക ദേവി, അങ്ങനെ എല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ പൂജകൾ ചെയ്യുന്നത് ലക്ഷ്മി പൂജകളാണ്. ലക്ഷ്മി പൂജകളാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൂജ. പല എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പൂജകൾ ചെയ്യുമ്പോൾ, ലക്ഷ്മി പൂജകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൂജകളാണ്. അപ്പോൾ ഈ എന്താണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ ഇന്ന് തുടങ്ങി 4ൻ്റെ അന്ന് നിങ്ങൾക്ക് പീരീഡ്സ് ആയി, പ്രശ്നമില്ല. പീരീഡ്സിൻ്റെ 7 ദിവസം കഴിയുമ്പം നിങ്ങൾ 5 കണക്കാക്കി തുടങ്ങിക്കോളൂ. പക്ഷെ അല്ലാണ്ട് നമ്മൾ മുടങ്ങിയ 1 തുടങ്ങണം. നമ്മൾ കാരണം നമ്മൾ ഉറങ്ങിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗം കൊണ്ടോ, എനിക്കിപ്പം ഈ BP പ്രശ്നങ്ങൾ കൊണ്ട് ടാബ്ലറ്റ് കുറച്ച് സെഡേഷൻ കൂടുതലുള്ളതായതുകൊണ്ട്, ഉറക്കം ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്കങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാനത് ബാലൻസ് ചെയ്യുന്നത് പ്രാർത്ഥനയിലും പൂജയിലും കാര്യങ്ങളിലും ഒക്കെ കൂടെയാണ്. നമ്മൾ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മതി. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിച്ച് നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു സക്സസ്സിൽ എത്തിയെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇത് എൻ്റെ എല്ലാ പൂജകളും പ്രാർത്ഥനകളും ഒരു ഗുരുമുഖത്തു നിന്നും ഞാൻ സ്വീകരിച്ചിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നതിന് ഭയങ്കര പവർ കൂടുതലാണ്, അതിന് ക്ലാരിറ്റിയും കൂടുതലാണ്. നമ്മൾ മറ്റൊരാൾ കേട്ടതും പറഞ്ഞതുമല്ല, നമ്മളൊരു ഗുരുവിൽ നിന്നും ഡയറക്റ്റ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് വാസ്തു സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതായത് വാസ്തു സംബന്ധമായ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതിന് പരിഹാരം വേണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാം. ബ്രഹ്മമുഹൂർത്ത ദീപം ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്റ്റാർട്ട് ചെയ്തോളൂ. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ ഒരിക്കലും ശ്രമിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം. ഇപ്പം കാരണം എനിക്ക് ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഇത്ര മണിക്കൂർ ഉറക്കം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ കിടന്നു കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് ചെയ്ത് ഉറങ്ങി വരണമെങ്കിൽ കുറേ സമയം, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് സെഡേഷൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കലുണ്ട്. അപ്പം മുടങ്ങുമ്പം ഇന്ന് മുടങ്ങി ഞാൻ നാളെ വന്നേന്ന് തുടങ്ങും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആവട്ടെ. നമ്മളൊന്നും ഒരുപാട് നാമം ജപിക്കല അതൊന്നുമല്ല. നമുക്കുണ്ടല്ലോ, ഞാനാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും വയ്യായിരിക്കോ തിരക്കോ ഉണ്ടെങ്കിൽ ആദ്യം ഗണപതിയെ ജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പുതേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരപ്പാൻ പല പോതുമാതല വനക്കുരുന്നിന് തുറയ്ക്ക സിന്ധത. അപ്പോൾ അത് ഇന്ന് തുടങ്ങിയിട്ട് ലക്ഷ്മി ദേവിയുടെ സർവമംഗളമംഗല്യേശ്വരി സർവാർത്ഥ സാധിക്കും അത് ചൊല്ലും. നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ബോർഡുണ്ടല്ലോ, അതിൽ ഞാൻ ഒന്നെൻ്റെ വിഷൻ ബോർഡാണ്, ഇപ്പുറത്ത് കാണുന്നത് ഞാൻ എൻ്റെ ഡെയിലി മന്ത്രാസ് ഞാൻ ചൊല്ലുന്നത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പം പിന്നെ കാളികാളി മഹാകാളി, പിന്നെ നമഃശിവായ, പിന്നെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-4 നാമങ്ങൾ വരാഹി ദേവിയുടെ ചൊല്ലും. പിന്നെ ഓം ശരവണഭവ, അത് ഒരു ദിവസം പോലും മുടങ്ങലില്ല. അപ്പോൾ
ഓം ശരവണ ഭവ ശരവണ ഭവ ശരവണ ഭവ ശരണം. പിന്നെ തിരുത്തണിയിൽ ഉതുത്തരുളും ഒരുത്തൻ മല വിരുത്തൻ എന്നെ തുളത്തിലുറ കരുത്തന്മയിൽ നടത്തും മുഖൻ വേലും മയിലും തുണി അത് ചൊല്ലലുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചൊല്ലും. എല്ലാം കൂടെ ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അതിനുവേണ്ടി മാറ്റി വെക്കണ്ട. അപ്പോൾ ചിലപ്പോൾ വീക്കിലി 1-2 പ്രാവശ്യമൊക്കെ സഹസ്രനാമങ്ങളിലേക്ക് ഇരിക്കാൻ പറ്റാറുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെതായ പല കാരണങ്ങളും കൊണ്ട് അങ്ങനെ തിരക്കുകൾ കൊണ്ട് മാറ്റി വെക്കരുത് എന്നുള്ളതാണ്. എന്നാലും നമ്മൾ ഇത്രയും നമ്മുടെ ഭഗവാനെ വിളക്ക് ദീപം നന്നായി തെളിയിച്ച് നല്ല മനസ്സോടുകൂടി നമുക്കുള്ളത് നേദ്യം വെക്കും. എന്നും ഞാൻ നേദ്യം വെച്ചിട്ടാണ് ദീപം തെളിയിക്കൽ. പണ്ടേ എൻ്റെ കുഞ്ഞിലെ അങ്ങനെ കുഞ്ഞിലെ ഒരു കീറിൽ 4 അവല് ഒരു 10 അവല് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ പൂജ ഇങ്ങനെ പ്രാർത്ഥിച്ച് നാമമൊക്കെ ജപിച്ചിട്ട് ഞാൻ എണ്ണീച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നുള്ളിങ്ങനെ ഇത്രേ കാണത്തുള്ളൂ ഇത് കൊടുക്കും. അന്ന് നമുക്ക് വരുമാനമൊന്നുമില്ലല്ലോ. അപ്പം വീട്ടിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ അവലും മലരും 250 അവലും മലരും വാങ്ങിക്കും. എന്നിട്ട് സൂക്ഷിച്ച് വെക്കും. അതിങ്ങനെ നേദ്യം വെക്കും, തേങ്ങാപ്പൂള് വെക്കും. അങ്ങനെയൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ തമ്പുരാനെല്ലാം കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് നേദ്യമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ഐശ്വര്യവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യം ദൈവം തന്നതിന് നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യാം. മാസത്തിൽ നമ്മൾ 1-ാം തീയതിക്ക് 10-ാം തീയതിക്ക് വിളക്കാണല്ലോ നിങ്ങൾ വീട്ടിലേക്ക് ഗ്രോസറിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നോ ഭഗവാനുള്ളത് ആദ്യം വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉപ്പും മഞ്ഞളിലും തുടങ്ങിക്കോ. നിങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാവില്ല. ധനധാന്യ സമ്പൽ സമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ നിറയും. നിങ്ങളുടെ കടങ്ങൾ ബാധ്യതകളെല്ലാം മാറും. രോഗങ്ങളൊക്കെ മാറും. നമ്മുടെ മോശം സമയത്ത് നമുക്കത് എങ്ങനെയെങ്കിലും ശനിദശയ്ക്കാണെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എഫക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെറിയ രീതിയിലൊക്കെ വരും. ചിലപ്പോൾ ചെറിയ അസുഖമായിട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ടോ. ഭഗവാന്റെ കാര്യം തന്നെ അറിയാമല്ലോ. ശനി ഭഗവാനെ സമീപിച്ച കഥകൾ നിങ്ങൾക്കറിയാൻ വയ്യാത്തതല്ലല്ലോ. ഭഗവാന് ശനിയെ പാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ശനി പറഞ്ഞ് അത്രയും സമയം ഭഗവാന്റെ ശനി വന്നിരുന്നു. ശനിയുടെ അത് ഭഗവാൻ അനുഭവിച്ചു. പക്ഷെ ഭഗവാൻ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമുക്കൊരു കവചം പോലെ നിൽക്കും. കടികൊള്ളാനുള്ളത് പിരിവെത്ത് കൊണ്ട് മാറും. ഇതൊക്കെ ഒരു വലിയ സത്യങ്ങളാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വാസമുള്ളവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഞാനൊന്ന് പറയുന്നു, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തെ സമീപിച്ച് നോക്കൂ. അത്ഭുതങ്ങളുടെ പെരുമഴയായിരിക്കും. ലക്ഷങ്ങളുടെ നേട്ടമൊക്കെ പ്രാർത്ഥന കൊണ്ട് നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ലക്ഷങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മോശപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമ്മളെ അകറ്റി മാറ്റും. അപകടമുള്ള വഴികളിൽ നിന്ന് നമ്മളെ മാറ്റി നടത്തും. ചീത്ത സംസർഗങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി എനിക്ക് അസുഖങ്ങളൊക്കെ വരലുണ്ട്. കാര്യം കുറേ നാളായിട്ട് BP-യുടെ ട്രീറ്റ്മെൻറ്റ്, മൈഗ്രെയിൻ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സർജറി വരെ എത്തിയെടുത്തുനിന്ന് തലേ ദിവസം വന്നിട്ട് പറഞ്ഞു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള അത് ദൈവത്തിൻ്റെ കരുണയല്ലേ. മരുന്ന് കഴിച്ചു മാറി. ഞാനിന്ന് സുഖമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയാണ്. രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്നെ അങ്ങ് തളർത്തുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഭഗവാനെ കാണാൻ പോകുന്നുണ്ട്. തീർത്ഥാടനങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട്. അമ്പലങ്ങളിൽ പോകാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം മൂകാംബികയിലൊക്കെ പോയിട്ട് വന്ന് ഒരു പനിയാണ്, ജലദോഷം. അപ്പോൾ അതങ്ങ് മാറും. അതിന് വലുതെന്തോ വരേണ്ടത്. അപ്പോൾ ചെറിയ ജലദോഷം വന്ന് അങ്ങ് മാറും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. ഞാൻ ഇന്നത്തെ ദീപം തെളിയിച്ചിട്ടുള്ള ഇതിനകത്ത് വീഡിയോയുടെ എല്ലാവരും പറയും ഞാൻ ഡെയിലി ദീപം തെളിയിക്കുന്നതെന്ന്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ദീപമൊക്കെ തെളിയിച്ച് നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറക്കുമെന്നേ. ഇത് തന്നെ ഞാനിപ്പോൾ 11 മണിയാകുന്നതാണ്. ഈ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് എന്നോടൊക്കെ സ്നേഹമുള്ള കമ്മിറ്റ്മെൻറ്റുള്ള ഒരു 1.5K മുകളിൽ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇത് ഞാൻ സാമ്പത്തികം പ്രതീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ചാനലല്ല. എൻ്റെ ഭക്തി, എന്നെപ്പോലെ ദൈവവിശ്വാസമുള്ള കുറച്ച് ആൾക്കാർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ അനുഭവിച്ചിട്ടുള്ള നന്മകൾ, എനിക്കുണ്ടായിട്ടുള്ള നല്ലതുകൾ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ നന്മയുണ്ടാവും. ചെയ്തിട്ടുള്ള ഒത്തിരി കമൻസ് എൻ്റെ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കലിൻ്റെ വീഡിയോയുടെ താഴിൽ നിങ്ങൾ നോക്കാമെങ്കിൽ ഇഷ്ടംപോലെ കമൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ചോദ്യങ്ങൾക്ക് മറുപടി താമസിച്ചതിന് ഞാൻ സോറി വയ്ക്കുന്നു. എനിക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഇതിനകത്ത് എന്തൊക്കെയോ മോണിറ്റൈസേഷൻ ആയാലേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.
അതിനുശേഷം നമുക്കതൊരു ഗ്രൂപ്പ് പോലെ ചാനൽ പോലെ ഗ്രൂപ്പ് പോലെ ആക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഡെയിലി ചെയ്യുന്ന പൂജാസ് ഞാൻ ഇടാം. ഡെയിലി ഞാൻ പൂജകളൊന്നും ലക്ഷ്മി പൂജകളൊന്നും മുടക്കില്ല. നിങ്ങൾ ആരും ഇത് കേൾക്കുന്നവർ ലക്ഷ്മി പൂജകൾ മുടക്കരുത്. ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏക വഴിയേ ഉള്ളൂ ലക്ഷ്മി പൂജ മുടക്കല്. ലക്ഷ്മി ദേവിനെ മുറുക്ക പിടിച്ചോ, അമ്മയെല്ലാം നിറച്ചു തരും. അപ്പം നിങ്ങൾക്കൊരു നല്ല ദിവസമാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങളുടേതായ കാര്യം എങ്ങനെ വേണം എന്നുള്ള തീരുമാനിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാ അഡ്വൈസോടും കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മി. വൈകുണ്ഠത്തിൻ്റെ ഈ വീഡിയോ ഇത്രയും സമയം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഹരേ കൃഷ്ണ.